ഹലോ കൂട്ടുകാരെ, നമ്മൾ ജീവിതത്തിൽ പല സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ? ഇന്ന് ഞാൻ പോയ വഴിക്ക് ചേച്ചിയുമായിട്ടിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാനിടയ്ക്ക് ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞത്, കാലഘട്ടമൊക്കെ കഴിഞ്ഞു, മധ്യവയസ്സിലൊക്കെ എത്തി, അപ്പോൾ ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും തിരിച്ച് പഴയ കാലത്തിലേക്കൊന്ന് എത്താനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തമാശ രൂപേണ പറഞ്ഞു, അതൊരിക്കലും സാധിക്കാത്ത കാര്യമല്ലേ. കാരണം നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണെങ്കിൽ നമുക്കൊരിക്കലും അത് പറ്റാത്തൊരു കാര്യം, നടക്കാത്തൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം കുട്ടിക്കാലമായിരുന്നല്ലോ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെല്ലാവരും, അതായത് ഇന്ന് ഒരു 10-16 വയസ്സിൽ നിൽക്കുന്ന കുട്ടികളും താല്പര്യപ്പെടുന്നൊരു കാര്യം എന്താണെന്നറിയുമോ? കുട്ടികളായിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്കൂൾ വിദ്യാഭ്യാസ കാലം, ആ ഒരു കാലത്തിൻ്റെ സമയത്ത് നമുക്ക് ഒന്നിനും നമ്മളെ ബാധ്യതകളില്ലാത്തൊരു കാലഘട്ടമാണ് അത്. ഒരുവിധം ഒരുമാതിരിപ്പെട്ട കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത്. ബാധ്യതകളൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നൊരു കാലം. അതിൽ നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു 100-ൽ ഒരു 70% ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് പോയിരുന്ന മൈൻഡുള്ള ജീവിത രീതി അവലംബിച്ചവരായിരിക്കാം. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം എൻ്റെ കൗമാര കാലഘട്ടമാണ്. കാരണം എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒളിഞ്ഞു നിന്ന് പലപ്പോഴും എതിർ പാർട്ടികളെ, അതായത് നമ്മൾ ഒരു പെണ്ണാണെങ്കിൽ പുരുഷനെയും, പുരുഷനാണെങ്കിൽ സ്ത്രീയെയും, അല്ലെങ്കിൽ ആ ഒരു കൗമാര കാലഘട്ടത്തിൽ ഒളിഞ്ഞു നോക്കിയിരുന്ന ഒരു കാലഘട്ടം, അതൊക്കെ എത്ര മനോഹരമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും കൗമാരത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നൊരു ചിന്താരീതിയാണ് നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അതെല്ലാവരുടെ ജീവിതത്തിലും വരും, എത്ര ഇല്ല എന്ന് പറയുന്ന വ്യക്തികളിലാണെങ്കിലും ഉണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തേക്ക് ഒരു 48-49 വയസ്സുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ. നടക്കാത്തൊരു കാര്യം അത് അല്ലേ. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചേക്ക് 42 വയസ്സുണ്ട്. അപ്പം 42 വയസ്സുള്ള എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചിന്ത എന്ന് പറയുന്നത്, എനിക്കിനി സമയം കളയാനില്ല, എത്ര നാളിങ്ങി മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, കുറച്ച് ബാധ്യതകളുണ്ട്, അപ്പോൾ അതൊന്ന് തീർക്കണം. ഇനി ആരെക്കുറിച്ചും സംസാരിക്കാനുള്ള നേരമില്ല, ആരെയും തിരുത്താനുള്ള സമയമില്ല, ആർക്കും വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിലവിടാനുള്ള സമയം മാത്രമേ ഇനി നമ്മുടെ മുൻപിലുള്ളൂ. 40 വയസ്സ് വരെ എൻജോയ് ചെയ്യുന്നവർ എൻജോയ് ചെയ്യുക, അതാണായാലും പെണ്ണായാലും. അത് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടുകാരോട് കൂടി എൻജോയ് ചെയ്യുക, മറ്റുള്ള വീട്ടുകാരായിട്ട് എൻജോയ് ചെയ്യാൻ പോകരുത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 30 കഴിഞ്ഞ് ഒരു 30-നും 40-നും ഇടയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാറ്റിങ്. ആ ചാറ്റിങ് പലരുടെയും ജീവിതത്തിൽ വലിയ ആപത്തുകൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കയറുന്നുണ്ട്. അത് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള എല്ലാവരിലും വന്ന്, അത് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും, നമുക്കൊരു പാർട്ട്ണറില്ലേ, അവരെ കൊണ്ടോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാ വേറൊരു പാർട്ട്ണർ? നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ള ജീവിതം വളരെ മനോഹരമായിട്ട് എന്തായാലും വന്നു. ഈ ചില കോമഡികളൊക്കെ പറഞ്ഞ പോലെ ട്രെയിൻ തല വെച്ചു, ഇനി മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ എന്തായാലും മാക്സിമം ഉള്ള ജീവിതം ആസ്വദിക്കുക. അത് മക്കളോടും കൊച്ചുമക്കളോടും
മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊക്കെ കൂടി ജീവിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. തകർത്തെറിയുന്ന ജീവിതം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മളൊരു തെറ്റിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു വലയമുണ്ടായിരുന്നു. ആ ഇഷ്ടപ്പെടുന്ന വലയം നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഒന്നാമത്തെ സംഭവം അതാണ്. രണ്ടാമത്തെ സംഭവം, ആ ഇഷ്ടപ്പെട്ടിരുന്നവർ പിന്നെ നിങ്ങളെ എത്ര നന്മ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും അവർ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളവരിൽ നിന്ന് അകലും. രണ്ടാമതായിട്ട് നമുക്ക് സ്നേഹം കിട്ടാതെ വരും. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കുക. ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ജീവിതം ഇനിയുള്ള സമയമെങ്കിലും, തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല, എല്ലാവരും തെറ്റുകാരാണ്. ഒരാൾക്കും ഒരാളെയും തിരുത്താനോ അല്ലെങ്കിൽ ഒരാൾക്കും ഒരാളെയും ന്യായീകരിക്കാനോ പറ്റാത്തൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആയതിനാൽ തിരുത്താനും ന്യായീകരിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കിട്ടിയ ജീവിതം ഇനിയുള്ള സമയമെങ്കിലും വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.